പാലക്കാട് കോൺഗ്രസ് വാർഡ് കൌൺസിലർക്കെതിരെ ലൈംഗിക പീഡന പരാതി. പാലക്കാട് നഗരസഭ 24 വാർഡ് കൌൺസിലർ പ്രശോഭ് സി വത്സനെതിരെയാണ് ദളിത് യുവതിയുടെ പീഡന പരാതിയുള്ളത്. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം നിരവധി തവണ പീഡിപ്പിച്ചെന്ന് അതിജീവിത പറഞ്ഞു. ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോൾ ഗർഭചിത്രത്തിനുള്ള മരുന്ന് കഴിക്കാൻ നിർബന്ധിച്ചെന്നും അതിജീവിത പറഞ്ഞു. പ്രശോഭിനെതിരെ നടപടി ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കുമാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. കാറിൽ കയറ്റിയ ശേഷം ജോലിയുടെ അഭിമുഖത്തിനായി പട്ടാമ്പിയിലെ വ്യാപാര സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കാറിൽ വെച്ചും പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് സമീപത്ത് വെച്ചുമായിരുന്നു പീഡിപ്പിച്ചത്. ഇതിനുശേഷം ഭീഷണിപ്പെടുത്തി ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി. ആക്രമണം ഭയന്ന് മൊബൈലിൽ ദൃശ്യങ്ങൾ ശേഖരിച്ചെന്നും അതിജീവിത പറഞ്ഞു. ഷാഫി പറമ്പിൽ MP തന്റെ ആശാനാണെന്നും MLA-മാർ MP-മാർ തുടങ്ങിയവരുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും യുവതി ആരോപിച്ചു. ഗർഭിണിയാണെന്നറിയിച്ചപ്പോൾ അലസിപ്പിക്കാനുള്ള മരുന്ന് കഴിക്കാൻ നിർബന്ധിപ്പിച്ചെന്നും അതിജീവിത വ്യക്തമാക്കിയിട്ടുണ്ട്. മരുന്ന് കഴിക്കാൻ വിസമ്മതിച്ചു. തുടർന്ന് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ചതിക്കപ്പെട്ടെന്ന് മനസ്സിലായെന്നും യുവതി പറഞ്ഞു. ലൈംഗിക പീഡന പരാതികൾക്കിടെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രക്ഷോഭിന് വോട്ട് ചെയ്യാനാണ് പാലക്കാട് തിരിച്ചെത്തിയിരുന്നത്. പാലക്കാട് മുനിസിപ്പൽ കൗൺസിലറായ പ്രക്ഷോഭിന്റെ മുകളിലാണ് എതിരാണ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. എന്തോന്ന് വെച്ചാൽ ഇയാൾ ജോലി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് തെറ്റായിട്ട് പെരുമാറിയായിരുന്നു. ഇതിനു മുമ്പായിട്ട് പ്രക്ഷോഭിൻ്റെ അച്ഛനും കൂടിയിട്ട് തെറ്റായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, ഫുള്ളും നിൻ്റെ കാര്യങ്ങൾ ഫുള്ളും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ പ്രക്ഷോഭിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, അതൊക്കെ ഞാൻ സോൾവ് ആക്കാമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കോഴ്സും കൂടി കഴിഞ്ഞ സമയത്ത് ജോലി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. അവർ ജോലി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ജോലിയുടെ കാര്യമല്ല ഇയാൾ സംസാരിച്ചത്, വേറെ രീതിയിലായിരുന്നു. അപ്പോൾ വേറെ രീതിയിലായിരുന്നു സംസാരിച്ചത്. റൂമിൽ ആരും ഇല്ലാത്ത സമയത്ത് കയറി വരികയും ബലപ്പെടുത്തിയായിരുന്നു ചെയ്തത്. എൻ്റെ പെർമിഷൻ ഇല്ലായിരുന്നു. പെർമിഷൻ ഇല്ലാണ്ട് കയറി വരുന്നത് കൂടി എനിക്കറിയില്ല. ഇയാൾ വന്നിട്ട് വാതിൽ തട്ടുമ്പോഴാണ് എനിക്ക് ഇയാളെന്ന് മനസ്സിലാവുന്നത്. ബലപ്പെടുത്തിയിട്ട് എല്ലാം ചെയ്തു. കഴിഞ്ഞിട്ട് എനിക്കൊക്കെ MP MLA ഒക്കെ പരിചയമുള്ള ആൾക്കാരാണ്. ജോലിയൊക്കെ എനിക്കതൊരു കാര്യമേ ഇല്ല, ഒക്കെ സെറ്റാക്കി തരാം, നീയൊന്നും പേടിക്കണ്ട, ഇതൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് കാറിൽ കയറ്റിക്കൊണ്ട് പോകണം, കാറിൽ വെച്ചിട്ടും പിന്നെ സൂര്യ റെസിഡൻസിൽ റൂം എടുത്തിട്ട് 2-3 പ്രാവശ്യം ഇതുപോലെ തന്നെ പേടിച്ചിട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. ഈ ചാനൽ പാലക്കാട്. Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds.